സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഉയരുകയാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും. ആശുപത്രികളിലും മാസ്ക് നിർബന്ധമാണ്. കൂടാതെ ആരോഗ്യ പ്രവർത്തകരും മാസ്ക് നിർബന്ധമായും ധരിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനവും ഒഴിവാക്കുകയും വേണം. കൂടാതെ ഇടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതും നല്ലതാണ്. 182 കോവിഡ് കേസുകളാണ് മെയ്യിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ 57 കേസുകളും എറണാകുളത്ത് 34 കേസുകളും തിരുവനന്തപുരത്ത് 30 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് മഴക്കാലം ആരംഭിക്കാൻ പോകുകയാണ്. അതിനാൽ ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗവ്യാപന ശേഷി കൂടുതലുള്ള വകഭേദങ്ങളാണ് ഉള്ളത്. എന്നാൽ അവയ്ക്ക് തീവ്രത കൂടുതലല്ല. സ്വയം പ്രതിരോധമാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം.